എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഭാരതം ഇതുവരെ കണ്ട മികച്ച പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയത്? ഈ ചോദ്യത്തിന് ഇതാ ഉത്തരം. മോദി ഏകപക്ഷീയമായ നിർദ്ദേശം നൽകുന്ന ഒരു നേതാവല്ല, മറിച്ച് ഉദ്യോഗസ്ഥരെ കേട്ടിരിക്കുന്ന, രാജ്യത്തിന്റെ വളർച്ച വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രധാനമന്ത്രി. ബിസിനസ് സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ സംസ്ഥാനം വിട്ടുപോകരുത്. ആന്തൂരും കിറ്റെക്സും കേരളത്തിന് മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. 5ാമത് ചീഫ് സെക്രട്ടറിമാരുടെ സമ്മേളനത്തിൽ നരേന്ദ്രമോദി ഇന്ത്യയിലെ മുഴുവൻ ചീഫ് സെക്രട്ടറിമാർക്കുമൊപ്പം ചെലവഴിച്ചത് 14 മണിക്കൂർ നേരം. വികസിത ഭാരതം, മേക്ക് ഇൻ ഇന്ത്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി ഭാരതത്തിന്റെ മുഖം മാറ്റാനുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായി. ചർച്ച മാത്രമല്ല, സമയബന്ധിതമായി നടപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഒരു പട്ടികയും തയ്യാറാക്കിയതായി അറിയുന്നു. ഡിസംബർ 26, 27, 28 തീയതികളിലാണ് യോഗം നടന്നത്. ഇതിൽ ഒരു സാധാരണ ഉദ്ഘാടന പ്രസംഗം മാത്രം നടത്തി പ്രധാനമന്ത്രിക്ക് അടുത്ത വേദിയിലേക്ക് പോകാമായിരുന്നു. പക്ഷേ അദ്ദേഹം മുൻകൂട്ടി കാണുന്നത് രാജ്യത്തിന്റെ വളർച്ചയാണ്. ആ രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി വാക്കുകളല്ല, പ്രവൃത്തിയാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ പങ്കെടുത്ത യോഗത്തിൽ 14 മണിക്കൂർ നേരത്തിൽ കൂടുതൽ നേരവും അവർ പറയുന്നത് കേൾക്കുകയായിരുന്നു. സർക്കാരിന്റെ ഭാവി വികസന അജണ്ടകൾ ഒന്നൊന്നായി ആ യോഗത്തിൽ ഓരോന്നായി പരിശോധിച്ച് വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കി. രാജ്യത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ഒരു സംസ്ഥാനത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് പ്രധാനമന്ത്രി ഓരോ ചീഫ് സെക്രട്ടറിമാരോടും ചോദിച്ചു. അവരുടെ പോയിന്റുകൾ നരേന്ദ്രമോദി കുറിച്ചെടുക്കുകയായിരുന്നു. 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും വികസനം ഓരോ ആളിലേക്കും എത്തിക്കാനും ഉൽപാദന രംഗം മെച്ചപ്പെടണം, അതിന് കഴിയണം. ഇത് ലോകരാഷ്ട്രങ്ങളിലെ സന്ദർശനങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ ആളാണ് നരേന്ദ്രമോദി. അതുകൊണ്ടാണ് സേവന രംഗത്തെക്കാളും ഉൽപാദന മേഖലയിൽ ശ്രദ്ധ കൂടുതൽ വേണം എന്ന് മോദി ഉൽപാദന ബന്ധിത സാമ്പത്തിക സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചതിലൂടെ വ്യക്തമാക്കിയത്. ഇതിൽ ആകൃഷ്ടരായ നിരവധി ആഗോള കമ്പനികൾ ഇന്ത്യയെ അവരുടെ ഉൽപാദന മേഖല ആക്കി കഴിഞ്ഞു. അതിന്റെ ഭാഗമായി മൊബൈൽ ഫോൺ ഉൽപാദനം, വൈദ്യുത കാർ ഉൽപാദനം, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം, ഈ രംഗങ്ങളിൽ ഇന്ത്യ വളരെ വലിയ നേട്ടങ്ങളാണ് കരസ്ഥമാക്കിയത്. ബിസിനസ് സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ ഒരു സർക്കാരിന്റെ സഹായം ലഭിക്കും, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എങ്ങനെ ഈസിയാക്കാം എന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നു. ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ ഭരിച്ചിരുന്ന മുനിസിപ്പാലിറ്റിയിൽ വരെ ബിസിനസ് തുടങ്ങാനുള്ള പേപ്പർ ശരിയാക്കി കിട്ടാൻ വൈകിയതുകൊണ്ട് ഒരു യുവ വ്യവസായ സംരംഭകൻ ആത്മഹത്യ ചെയ്ത സംഭവം കേരളത്തിന് മുന്നിലുണ്ട്. വൻതോതിൽ കേരളത്തിൽ ബിസിനസ് സംരംഭത്തിന് പണം മുടക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന വ്യക്തിയാണ് കിറ്റെക്സ് സാബു. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന്റെ പേരിൽ കേരളത്തിലെ സർക്കാർ തടസ്സം നിന്നപ്പോൾ തെലങ്കാനയിലേക്ക് ചേക്കേറേണ്ടി വന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അവർക്ക് എല്ലാ പിന്തുണയും എത്രയും പെട്ടെന്ന് നൽകണം. ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചയുണ്ടായി. ഭരണനിർവഹണം ജനങ്ങളിലേക്ക് എളുപ്പമെത്താൻ AI, പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന കാര്യവും വിശദമായി മോദി മനസ്സിലാക്കി. നിർദ്ദേശങ്ങൾ കേട്ടു. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരത്തിൽ മികവ് പുലർത്തുന്നവയാണ് എന്ന് ഉറപ്പുവരുത്താൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചീഫ് സെക്രട്ടറിമാരുടെ നിർദ്ദേശങ്ങൾ മോദി കേട്ടിരുന്നു. ഏകപക്ഷീയമായി ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം കൊടുക്കുന്നതായിരുന്നില്ല മോദിയുടെ രീതി. പകരം ചീഫ് സെക്രട്ടറിമാരെ കേട്ടിരിക്കുകയായിരുന്നു മോദി. വികസന ഭാരതത്തിന് ആവശ്യമായ മനുഷ്യവിഭവശേഷിയെ എങ്ങനെ വാർത്തെടുക്കാം എന്നതും ചർച്ചയായി. നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തതിന് ഒടുവിൽ ഓരോ ചീഫ് സെക്രട്ടറിമാരിൽ നിന്നും അവർ ഭാവിയിൽ നടപ്പാക്കാൻ പോകുന്ന 10 കാര്യങ്ങൾ മോദി എഴുതി വാങ്ങുകയും ചെയ്തു. അതായത് അദ്ദേഹം വിശ്വസിക്കുന്നു വാചകം മാത്രമല്ല, പ്രവൃത്തിപഥത്തിൽ അതിനെ എങ്ങനെ എത്തിക്കാം, അതിനുള്ള കർമ്മമാർഗങ്ങൾ എഴുതി വാങ്ങുക. ഇനി അതത് ചീഫ് സെക്രട്ടറിമാർ സമയബന്ധിതമായി ഇതൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ എന്നും മോദി പരിശോധിക്കും. ഓരോ ചീഫ് സെക്രട്ടറിമാരും സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി അവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ നന്നായി ആവിഷ്കരിക്കുമ്പോൾ അതിൽ നരേന്ദ്രമോദിയുടെ ശ്രദ്ധയും ഇനി പതിയും എന്ന് വ്യക്തം. നരേന്ദ്രമോദിയുടെ കൃത്യമായ ആസൂത്രണത്തിലൂടെ ഓരോ സംസ്ഥാനവും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സംജാതമാകും. നരേന്ദ്രമോദിയുടെ ഇരട്ട സർക്കാർ ഭരണം അങ്ങനെ പരോക്ഷമായി ഓരോ സംസ്ഥാനത്തും എത്തും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.